തോമസേ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ പോലും അറിയരുത് SP സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അറിയാലോ? അതൊന്നും ആരും അറിയില്ല സാർ. പിന്നെ ഒരു പ്രശ്നമുണ്ട്, അവൻ ഇതുവരെയായിട്ട് ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. ആ ഫോണിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് കിട്ടത്തില്ല. ബട്ട് ടവർ ലൊക്കേഷൻ ഈ സിറ്റി വിട്ട് പോയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം, വിളിച്ചുകൊണ്ടേ ഇരിക്കാം. ശരി തോമസ്, എന്തായാലും വിവരങ്ങൾ അപ്പം അറിയിക്കും. ഓക്കെ സാർ. ഓക്കെ എന്നാ. ഓക്കെ ശരി. സാർ, തോമസ് പറഞ്ഞത് അവൻ ഈ കോഴിക്കോട്ട് തന്നെ കിടന്ന് തലങ്ങും വിലങ്ങും കറങ്ങുന്നുണ്ടെന്നാ. ആ നായിന്റെ മോനെ കിട്ടണമെങ്കിൽ ഇനി നമ്മൾ സ്പ്ലിറ്റ് ആയാലേ കാര്യമുള്ളൂ. ശരി സാർ. ജെയിംസേ, നിങ്ങൾ രണ്ടുപേരും വേറെ വഴിക്ക് വിട്ടോ. ടവർ ലൊക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ അറിയിക്കാം. പിന്നെ അവന്റെ മുഖം ഓർമ്മയിൽ വെച്ചോ. ഓക്കെ സാർ. കയറിക്കോ. സിറ്റി വിട്ടെങ്ങും പോയിട്ടില്ല. അവൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നാ ബാബ പറഞ്ഞത്. ഈ സിനിമ നടൻ പിന്നെ ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഓ ശുക്കൂറേ, നീ ഒരു കാര്യം ചെയ്യും, മുതലക്കുളം പോയി ഒന്ന് അരിച്ച് പെറുക്കിയിട്ട് വാ. എല്ലാരും കൂടെ പോയാ ലോക്കൽ പോലീസിന്റെ സ്കാനിങ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ടച്ച് എങ്ങനെ നമുക്കൊരു ടിക്ടോക്ക് ചെയ്താലോ? അവന്റെ ടിക്ടോക്ക് നീ പറയണ്ട. പോകാൻ പറ്റുമോ? अरे भाई क्या है? ये बहुत पुराना വണ്ടി. പുരാണത്തിലെ വണ്ടിയാണെന്ന്, വളരെ പഴക്കമുള്ള വണ്ടിയാണെന്ന്. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ആ കംപ്ലൈന്റ് വണ്ടിക്കല്ല, തനിക്കെന്തോ കംപ്ലൈന്റ് ഉണ്ട്. പുരാണത്തിൽ ഓരോ വണ്ടി എടുത്തോണ്ട് ഒരു മനുഷ്യനെ മെനക്കെടുത്തി. അക്ക അടുത്ത ഡീൽ നമുക്ക് ബെൻസ് ആക്കിയാൽ എന്നാ പിന്നെ ഓടിയൊക്കെ പേടിയായിട്ട് വയ്യ. അതല്ലക്ക, എന്റെ ഫോൺ ഇന്ന് രാവിലെ ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയി. ഈ സ്റ്റാൻഡിൽ നിന്ന് വിളിച്ച വണ്ടിയാണോ? ഇവിടെ ഓടുന്ന വണ്ടിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വഴിയിൽ നിന്ന് വിളിച്ച ഓട്ടോയാ. വണ്ടിന്റെ പേരോ നമ്പറോ വല്ലതും ഓർമ്മ ഉണ്ടോ? പേരും നമ്പറും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആള് കുറച്ച് ഇരുണ്ടിട്ട് നല്ല ഉണ്ട കണ്ണൊക്കെയുള്ള ക്ലീൻ ഷേവ് ചെയ്തിട്ടൊരാളാണ്. സുരേഷേ ഒന്ന് വന്നേ. ഈ പയ്യന്റെ ഫോൺ ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയി. ഉണ്ടക്കണ്ണും ക്ലീൻ ഷേവ് ഉള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടക്കണ്ണും ക്ലീൻ ഷേവും ഓൻ എന്ത് പ്രായം കാണും? പ്രായപ്പം എല്ലാവർക്കും ഇല്ലേ? നിങ്ങളല്ലേ ഉദ്ദേശിച്ചത് ഒരു മരുന്ന് നട്ടുച്ചൊക്കെ ചളഞ്ഞ കോമഡി അടിക്കല്ലേ? നിങ്ങൾ പ്രായം പറവായി ഒരു 19 വയസ്സ് കാണുമായിരിക്കും. 50 വയസ്സ്. വേറെ വണ്ടിയുടെ അടയാളം എന്തെങ്കിലും? അത് പിന്നെ പുള്ളിയുടെ വണ്ടിയുടെ അകത്ത് സന്തോഷ് പണ്ഡിത്തിന്റെ കുറെ ഫോട്ടോയും ഡയലോഗും ഒക്കെ. അത് നമ്മുടെ പണ്ഡിറ്റ് മമ്മാലിയാ. മനസ്സിലായില്ലേ? നമ്മുടെ വർക്ക്ഷോപ്പിലെ പോക്കറിന്റെ കളി. നമ്മുടെ പണ്ഡിറ്റ് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റാ. ഓന്റെ വണ്ടിയാ. പണ്ഡിറ്റ് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റോ? സെക്രട്ടറിയും ഉണ്ട്. അതാരാ? സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ഒക്കെ ഓനാ. ഓൻ സ്റ്റാൻഡൊന്നും കേറാറില്ല മോനെ, സിറ്റി കൂടെ വായും പിടിച്ച് ഓടുന്നവനാ. ഓന്റെ സൂപ്പർ സ്റ്റാറിനെ പോലെ. സുരേഷ്, എനിക്ക് വീടറിയോ? വീടറിയില്ല. ആ കാണുന്ന പെട്ടിക്കടയിൽ വന്ന് ഹാജരിടുന്നതാ. അവര് കമ്പനിക്കാരാ. മൂപ്പരോട് ചോദിച്ചാൽ മതി, മൂപ്പര് പറഞ്ഞു. ഓൻ വന്നിട്ട് പോയല്ലോ, ഇനി ഇന്ന് വരുമെന്ന് തോന്നണില്ല. ആളുടെ വീട് എവിടെയെന്നറിയാം. നടക്കാവ് ചെന്നിട്ട് സെയ്താലി ഹാജിയുടെ വീട് ചോദിച്ചാൽ മതി. അതിന്റെ അപ്പുറത്തെ വീടാ. 3ാമത്തെ വീട്. എന്ന് എനിക്കൊരു നാരങ്ങ ഉണ്ടോ? ഉപ്പോ മധുരമോ? മധുരം. എന്താടാ നിന്റെ ഉപ്പു സോഡയ്ക്ക് ചൂടുണ്ടാ? കുറെ നേരം ആയല്ലോ ഊതി കുടിക്കുന്നത്. എത്ര ഏട്ടാ? 10 രൂപ. എന്റെ വെള്ളത്തിന്റെ കാശ്.
ഇവിടുന്ന് മാറിയേ. എന്താ പ്രശ്നം? എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങിയ പ്രശ്നമാണ്. ആ കെട്ടിയന്മാര് പരസ്പരം വീട് മാറി കയറിയതാ. അപ്പൊ തുടങ്ങിയ അടിയ. കൊള്ളാലോ. ചേച്ചി ദേ ഒരു ചൂല് താഴെ കിടക്കും. ചേച്ചി ഒരു ചൂലിന്റെ വിഷയമല്ലേ ഉള്ളൂ. ദാ പിടിച്ചോ. അവരോട് പറഞ്ഞില്ലേ എന്താടാ ഒന്നുമില്ല. സാറേ വിടില്ലേ അവനെ? ഓട്ടക്കാരെ വേണ്ട സാറേ. നല്ല വഴിയാക്കി കൂടെ. ഓടി ഊപ്പാട് വരില്ലോ. നിങ്ങൾ പോലീസുകാരെ ഓടിക്കുന്നു. പിടിച്ചോ. അയ്യോ അങ്ങോട്ട് വരില്ല, അങ്ങോട്ട് വഴിയില്ല, അങ്ങോട്ട് പോ. അയ്യോ ഹലോ, ആരാ? അയ്യോ, എന്തെവിടെ? നിങ്ങളുടെ വീടായിരുന്നോ? എനിക്ക് അറിയില്ലായിരുന്നു, ഒരു അബദ്ധം പറ്റിയതാ. ആരെയും വിളിക്കണ്ട. ഞാൻ ദാ ഓടി. ഈ സമയത്ത് ഹലോ അക്ക. അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലക്ക, ഇവിടെ ആരുമില്ല. ഞാനും രണ്ടൊന്ന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. നീ അവരെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ഇല്ല, നോക്കണം. ഞാൻ വായി നോക്കണേ, സെർച്ചിങ്ങാ. അവന്റെ സാക്ഷി. അവിടുന്ന് മാറി നിൽക്കടാ. ശരി. മാറ്. വീട്ടിൽ നിന്ന് പപ്പയാണേ. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ. നല്ല റെസ്പോൺസ് ഉണ്ട്. ഓക്കെ, പറ്റിയ നാളെ വരാം. അയ്യോ എന്റെ പൊന്നു സാറേ, എന്റെ ജീപ്പ് കയറ്റി കൊല്ലരുത്. ഉള്ള സത്യം മുഴുവൻ ഞാൻ തുറന്ന് പറയാ. ജംഷേ വാ. ഇതാരാന്ന് കാക്കിയിട്ട കട്ടപ്പേ? ഇപ്പൊ ചത്തനെ എന്നിട്ട് കൂടെ വണ്ടി ഇടുന്നു. അതിനല്ലായിരുന്ന ഭാഗ്യം. സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ അക്കനെ ഇപ്പൊ പോലീസുകാര് പൊക്കിയല്ലേ. എന്തായി? ആരാ പറഞ്ഞ പോലീസ് Same പൊട്ടല്ലാന്ന്? സ്ഥലത്ത് നിക്കണ പുറകെ പല പോലെ. ഞാൻ ആ ടവർ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ എന്തെങ്കിലും ഉണ്ട് പറയണേ. ശരി എന്നാ. ആ സുരേഷേ, ഇവിടെ രാവിലെ വന്നവനാ. ഈ പരിസരത്ത് തന്നെ ഒന്ന് തപ്പിക്കോ, എന്നിട്ട് എങ്ങോട്ടെങ്കിലും മാറിയാ മതി. വിവരങ്ങൾ അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അക്ക, ഇവിടെ നിറച്ച് പോലീസുകാരാ. ബുദ്ധിപരമായി അവരെന്നെ വീഴ്ത്താൻ നോക്കി. ചെറിയൊരു ടൈമിങ്ങിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ വേഗം വന്ന് വണ്ടി കയറണം. എന്താ മാഡം? അവിടെ മൊത്തം പോലീസാണെന്ന്. ശുക്രനെ പോലീസ് പൊക്കി. അടിപൊളി. വേഗം വന്ന് വണ്ടി കയറണം. എന്നിട്ട് ഒന്ന് ഓടി വന്ന് കയറിക്കോ ബാബാ. കേറണം വേഗം. പോലീസ് വരെ വിട്ടോ വണ്ടി വിട്ടോ. ഈ ഡോർ പൊളിക്ക. എടുക്ക്. എന്റെ ഉതുപ്പ് ഒന്ന് പുക കുറച്ചോട്ടീരെ.